ഞങ്ങൾ പിന്നെ ജീവൻ കളയാൻ പറ്റുമോ? അപ്പൊ എങ്ങോട്ടാ മാറി താമസിക്കുന്നേ? ഞങ്ങൾ പിന്നെ മുകളിലൊരു വീടുണ്ട്, അവിടെ പോയി അല്ലെങ്കിൽ അയൽക്കത്ത് ആരുടെയെങ്കിലും വീട്ടിലേക്ക് മാറിപ്പോവും, എങ്ങോട്ടേലും മാറിപ്പോവും. ഇവിടെ ഏതോ ഒരു വീട്ടിൽ രാത്രി ടെറസിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞത്. ആ വീട്ടിലെ അമ്മയാ അത്. അവിടെ അവിടെ അവരുടെ ആങ്ങളയുടെ അടുത്ത് പോയിരിക്കുക. അതിനിവിടെ വെച്ചോണ്ടിരുന്നിട്ട് ആരും നോക്കാൻ, അതിന് കിഡ്നിക്കൊക്കെ പ്രശ്നമുള്ളതാ, കിഡ്നി രോഗിയാ, നിവർന്ന് നടക്കാനൊന്നും പറ്റില്ല, ഫ്രൂട്ട്സൊന്നും ഇറക്കി കൊണ്ടുപോയില്ല. കനത്ത മഴയിൽ വെള്ളം കയറി, വീടുകളിലേക്ക് വെള്ളം കയറി വലിയ നാശനഷ്ടമാണ് ഇടുക്കി ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വെള്ളം കയറി സാധനങ്ങളൊക്കെ നശിച്ചു പോയ ഒരു വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഈ വീട്ടിലെ വസ്തുക്കളൊക്കെ തന്നെയും നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നിറയെ ചെളി കെട്ടി കിടന്നിരുന്നതാണ്, അതെല്ലാം ആളുകൾ ചേർന്ന് ക്ലീൻ ചെയ്തതാണ്. ഇനി ഇങ്ങോട്ട് തിരിച്ച് താമസം സാധ്യമാകണമെങ്കിൽ വലിയ പ്രയാസമായിരിക്കും എന്നുള്ളതാണ് നാട്ടുകാർ, ഈ വീട്ടിലെ താമസക്കാർ പറയുന്നത്. ചേട്ടാ, വെള്ളം എന്തോരം കയറിയായിരുന്നു? വെള്ളം കഴുകി കളഞ്ഞതാ, അത്ര കയറി അവിടെ കിടന്നു രാവിലെ വരെ. രാവിലെ ഉച്ചയോടെ ആയപ്പോഴാ വെള്ളം ഇറങ്ങി പോയത്. വീട്ടിലെ സാധനങ്ങളൊക്കെ പോയി? നിങ്ങൾ കുറച്ചൊക്കെ പോയി, പിന്നെ കുറച്ച് വാരി വെക്കാൻ പറ്റുന്നത് വാരി വെച്ചു. ഇന്നലെ രാത്രി പിന്നെ വീണ്ടും വെള്ളം തിരിച്ച് വീണ്ടും കയറി വന്നു. വീട്ടിൽ കയറിയില്ല, മിറ്റത്തോടെയൊക്കെ കയറി ഇതായി വന്നു. ഇപ്പൊ പിന്നെയും മഴ ഇങ്ങനെ തുടരുവാണല്ലോ ചേച്ചി, ബുദ്ധിമുട്ടാവോ? ബുദ്ധിമുട്ടാകാതിരിക്കുമോ? പിന്നെ ഇത്രയും വലിയ വെള്ളം വന്ന് എന്നാ ചെയ്യാനാ? ഞങ്ങളുടെ ജനലിൻ്റെ ഒപ്പം വെള്ളം വന്നു. എന്നോടൊന്നും ചോദിക്കില്ല, എനിക്കൊന്നും പറയാനോട് പറ്റില്ല. സാധനങ്ങളൊക്കെ നശിച്ചു പോയല്ലോ. ഒന്നുമില്ല, ആ വീട്ടിൽ ഒന്ന് കണ്ടേ നിങ്ങളെ. വലിയ നാശനഷ്ടങ്ങൾ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെ സാധന സാമഗ്രികളൊക്കെ, നിത്യോപയോഗ സാധനങ്ങളടക്കം നശിച്ചു പോയ അവസ്ഥയാണ് ഉള്ളത്. പ്രാഥമികമായ ഒരു ക്ലീനിങ് പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളൂ. ബാക്കി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് എത്തുവാൻ കഴിയുന്ന രീതിയിലായിട്ടില്ല. ഇന്ന് വെള്ളം കയറിയതാണ്, രാവിലെ ഇന്ന് വെള്ളം കയറിയതാണ്. ഈ സ്റ്റെപ്പേലെ പിന്നെ പിള്ളേർ കയറി കിടക്കുന്നതുകൊണ്ട് ഞാൻ തടുത്തു കളഞ്ഞതാണ്. ഇവിടെ ചെളിയെല്ലാം കട്ടി കിടക്കുന്നുണ്ട്. നമുക്ക് ചെളിക്കെട്ടാണ് ഈ പ്രദേശത്ത് മൊത്തം അനുഭവപ്പെട്ടിരിക്കുന്നത്. തൊട്ട് താഴെയാണ് പുഴ ഒഴുകുന്ന. പുഴയിൽ നിന്ന് വലിയ വെള്ളം ഇതിനുള്ളിലേക്ക് കയറി ഈ പ്രദേശം മൊത്തം വെള്ളത്തിനടിയിലായിരുന്നു. ഈ വീടുകളൊക്കെ തന്നെ ഈ വെള്ളത്തിലേക്ക് പെട്ടുപോയിരുന്നു. സാധനങ്ങളൊക്കെ അതിലെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നേ. പിന്നെ കുറെ വാർക്കട മുകളിൽ കൊണ്ട് കയറ്റി. പിന്നെ ഇവിടെ എല്ലാം ചെളിയായിരുന്നു, ഞങ്ങൾ കഴുകി ഇറക്കില്ല. ഇതുണ്ടോ അടയാളം? ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇതിപ്പം മഴ ഞങ്ങൾ ഇന്നലെ മോട്ടർ അടിച്ച് കഴുകി എടുത്തതാ. ഇങ്ങനെ അങ്ങ് പോയി. ബാത്റൂമിൻ്റെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വാട്ടംകൂട് കണ്ടോ? കോഴി എന്തെങ്കിലും 5-6 കോഴി ഉണ്ടായിരുന്നു. കോഴി ചത്തുപോയി, അവിടെ കിടന്ന് കെട്ടിയടിച്ച് കളഞ്ഞു. പിന്നെ ആട്ടുംകൂട് അപ്പടി പോയി. ആടിനെ ഞങ്ങൾ പിന്നെ പെരുമഴയത്ത് ഞങ്ങൾ വേറെ വീട്ടിൽ കൊണ്ട് കെട്ടി. പിന്നെ എല്ലാം പോയി. വീട്ടിലെ സാധനങ്ങളൊക്കെ എന്നാ ചെയ്തു? സാധനങ്ങൾ കുറേയൊക്കെ ഒഴുകിപ്പോയി. കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ അന്നേരം പെട്ടെന്ന് വാരിയെടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, ഇതിലേക്ക് കിടക്കുമല്ലേ. അപ്പോൾ പിന്നെ അത് കുറേയൊക്കെ ഞങ്ങൾ വാരിപ്പറക്കി അതിലേ പറ്റും. ഇതേ ഈ ഷീറ്റ് കണ്ടോ, ഈ അലമാരിക്കകത്തൊക്കെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഇറങ്ങുന്ന പെയിൻറ്റിങ് പണിയായിരുന്നു, അത് മൊത്തം അതിലിരുന്ന സാധനങ്ങളെല്ലാം പോയി. പിന്നെ ഈ തട്ട് എല്ലാം മൂടിപ്പോയി. ആ പെട്ടിയൊക്കെ ഇവിടെ കിടന്നായിരുന്നു, അതൊക്കെ ഒഴുകി അങ്ങോട്ട് പോയി. അങ്ങനെ ഓരോ കൂട്ടം പോയി. ഈ ജനലിൽ തൂത്ത് വെച്ചേക്കണതിൻ്റെ അവിടം വരെ വെള്ളം നിന്നതാ. എക്കൽ തൂത്തെടുത്തോടെ തെളിഞ്ഞ് നിൽക്കണേ. ബാക്കി ഭാഗം ഞങ്ങൾ തൂത്തില്ല, സമയമില്ല, പിന്നെ തൂക്കാൻ പറ്റുമോ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കൂട്ടം പോയി. കുറേയധികം നഷ്ടങ്ങൾ വന്നു. മഴയാണെ മാറണില്ല, രാത്രി പിന്നെയും വെള്ളം മാറിപ്പോവും. ഞങ്ങൾ പിന്നെ ജീവൻ കളയാൻ പറ്റുമോ? എങ്ങോട്ടാ മാറി താമസിക്കുന്നേ? ഞങ്ങൾ പിന്നെ മുകളിലൊരു വീടുണ്ട്, അവിടെ പോയി അല്ലെങ്കിൽ അയൽക്കത്ത് ആരുടെയെങ്കിലും വീട്ടിലേക്ക് മാറിപ്പോവും, എങ്ങോട്ടേലും മാറിപ്പോവും. ഇവിടെ ഏതോ ഒരു വീട്ടിൽ രാത്രി ടെറസിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞത്. ആ വീട്ടിലെ അമ്മയാ അത്. അവിടെ അവരുടെ ആങ്ങളയുടെ അടുത്ത് പോയിരിക്കുക. അതിനിവിടെ വെച്ചോണ്ടിരുന്നിട്ട് ആരും നോക്കാൻ, അതിന് കിഡ്നിക്കൊക്കെ പ്രശ്നമുള്ളതാ, കിഡ്നി രോഗിയാ, നിവർന്ന് നടക്കാനൊന്നും പറ്റില്ല, ഫ്രൂട്ട്സൊന്നും ഇറക്കി കൊണ്ടുപോയില്ല. അല്ലാതെ തന്നെ ടെറസിൽ കയറിയത് പുറത്തോട്ട് പോകാൻ പറ്റിയില്ല, വെള്ളം പോകാൻ പറ്റില്ല. എടുത്തോണ്ട് പോകാൻ ആരെങ്കിലും ഒരാളോടെ വേണ്ടേ കൂടെ പിടിച്ച് കൊണ്ടാകാൻ. ഈ കയ്യാലയൊക്കെ ഞങ്ങളൊക്കെ ഈ കയ്യാല നീന്തി കയറിയൊക്കെയാണ് പോയത്. അപ്പോൾ ഈ പിള്ളേരെ കൊണ്ടുവിട്ടേച്ച് അവിടെ കൊണ്ടുവിട്ടേച്ച് എന്നെയൊക്കെ കൊണ്ടുവിട്ടേച്ച് മകനിവിടെ വന്നപ്പോഴത്തേനും വെള്ളമായി പോയി. പിന്നെ മുകളിൽ കയറ്റി ഇരുത്തി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഇറക്കിക്കൊണ്ടായാലും വലിയ ബുദ്ധിമുട്ടിലായി ഇവിടുത്തെ ആളുകൾ എന്നുള്ളതിൽ സംശയമില്ല. ഏറ്റവും
ഒരു ദാരുണമായ ഒരു സംഭവമാണ് ചേച്ചി വിശദീകരിച്ചത്. ഈ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളം കയറി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത ഒരു വയോധികയെ ടെറസിൽ മുകളിൽ കയറ്റി ഇരുത്തിയേക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവിടെ അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നില്ലേ ചേച്ചി? മഴ നനഞ്ഞോ? മഴ അറിഞ്ഞാ പോയെ. ടെറസിൽ കയറി വന്നപ്പോൾ അമ്മച്ചി ഒരു കുട കൊടുത്തു, ഒരു കസേര ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ എന്നാ രണ്ടുപേര് കൂടി പിടിച്ച് അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ വെള്ളം റോട്ടിൽ കൂടെ കയറിയിട്ട് അതിലെ ഇങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട്. വെള്ളം ഒഴുകി വന്ന് ചവറും ചപ്പും എല്ലാം ആ കിടക്കണത്. അതിലെ ഇങ്ങനെ വന്നിട്ട് ഈ പുഴയിലേയും കൂടെ ആകുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റും വെള്ളമായില്ലേ, പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി. അന്നേരം അതിൻ്റെ മുകളിൽ കയറി അല്ലാതെ വേറെ ഒരു നിർവാഹവും അന്നേരം ഇല്ലായിരുന്നു അതിന്. നിങ്ങളും കൊണ്ടുവന്നാ മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് പ്രായമായ ഒരു വയോധികയെ ഈ ടെറസിന്റെ മുകളിൽ കയറ്റി ഇരുത്തിയതിന് ശേഷം ബാക്കി ഒരു കുടയും ഒരു കസേരയും നൽകി അവിടെ ഇരുത്തിയേക്കുമായിരുന്നു. കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും ബാക്കിയുള്ളവരൊക്കെ തന്നെയും വെള്ളം കയറുന്നത് കണ്ടുകൊണ്ട് ഇവിടുന്ന് അടുത്തടുത്തേക്ക് പോയി. പക്ഷേ ഈ അമ്മച്ചിയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം വെള്ളം അപ്പോഴേക്കും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും തൊട്ടടുത്ത പുഴയാണ്. പുഴ ഇവിടെ നിന്ന് വെള്ളം നല്ല കുത്തനെയുള്ള ശക്തിക്ക് ഒഴുകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇനിയും മഴ ഇങ്ങനെ നിന്നാൽ വീണ്ടും ഇവിടേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. രാത്രിയിൽ വീണ്ടും ഇവിടുന്ന് മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. വീടുകൾ ഇപ്പോഴും ശുചീകരണം പൂർത്തിയായിട്ടില്ല. കൊച്ചുകുട്ടികളടക്കം ഉള്ള വീടുകളാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പ്രയാസമാകുമെന്നുള്ളതിൽ സംശയമില്ല. ഒന്നോ രണ്ടോ വീടുകളല്ല, നിരവധി വീടുകളാണ് ഈ നിലയിൽ വെള്ളം കയറി വലിയ ബുദ്ധിമുട്ടിലായിട്ടുള്ളത്. ഷെറിൻ മോഹനോടൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.